20-ാം അധ്യായം. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യബലത്തോടെ പുറപ്പെട്ട് അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് രബ്ബായെ വളഞ്ഞു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോവാബ് രബ്ബായെ പിടിച്ചു നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്നെടുത്തു. അതിന്റെ തൂക്കം 1 താലന്ത് പൊന്ന് എന്ന് കണ്ടു. അതിൽ രത്നങ്ങളും പതിച്ചിരുന്നു. അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ ആ പട്ടണത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കുമാക്കി. ഇങ്ങനെ ദാവീദ് അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിന്റെ ശേഷം ഗേസരിൽ വെച്ച് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഹൂശാത്യനായ സിബ്ബെഖായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പായിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായീരിന്റെ മകനായ എൽഹാനാൻ ഗിത്യനായ ഗൊല്യാഥിന്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെയായിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. അവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രയേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമയയുടെ മകനായ യോനാഥാൻ അവനെ വെട്ടിക്കൊന്നു. ഇവർ ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിനെയും അവന്റെ ദാസന്മാരുടെയും കൈയാൽ പട്ടുപോയി.